ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു റാങ്ക് ഫയലൊക്കെ ആയിട്ടാണ്. എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് തമ്പനയിലിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു ഗീവ് അവേ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇത് ഒറ്റ ഒരു പീസേ ഉള്ളൂ കേട്ടോ. ഒരേ ഒരു റാങ്ക് ഫയൽ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ പഠിക്കാനായിട്ട് മേടിച്ച ഒരു റാങ്ക് ഫയലാണ്. ഇപ്പം നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് LGSൻ്റെ റാങ്ക് ഫയലാണ്. അപ്പം ഇത് വെറുതെ ഇരിക്കുവാണ്. അപ്പോൾ പഠിക്കാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കരുതും എന്നാൽ പിന്നെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും കൊടുത്താൽ പോരെ, എന്തിനാ യൂട്യൂബിലിടുന്നതെന്ന്. അപ്പം എൻ്റെ കയ്യിൽ വേറെയും കുറച്ച് റാങ്ക് ഫയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ലക്ഷ്യയുടെയൊക്കെ 3 വോളിയംസ് വരുന്ന ഒരു റാങ്ക് ഫയലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും നിലവിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ യൂട്യൂബിൽ വീഡിയോസും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൂടെ ഇത് ഉപകാരപ്പെടട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ റാങ്ക് ഫയലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിരിക്കാം. ഇത് നമ്മുടെ ആസ്ഥ അക്കാഡമി യൂട്യൂബ് ചാനൽ, എല്ലാവരും കാണുന്നൊരു ചാനലായിരിക്കുമല്ലോ. അതിൽ അജിത് സുമേരുവ സാറിൻ്റെ ഒരു റാങ്ക് ഫയലാണ് ഇത്. ഞാൻ LGS പഠിക്കാനായിട്ട് മേടിച്ചൊരു റാങ്ക് ഫയലാണ്. പക്ഷേ ഞാൻ എൻ്റെ പല വീഡിയോസിലും എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോഴും ഞാൻ ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസിലേക്കും സ്റ്റഡി പ്ലാറ്റ്ഫോംസിലേക്കും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ നോട്ട്സ് തന്നെ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ കറങ്ങി തിരിച്ച് വരാറാണ് പതിവ്. അപ്പോൾ ഞാനിതങ്ങനെ അധികം പഠിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. കുറച്ചൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല ഈ റാങ്ക് ഫയൽ. ഇപ്പോൾ എന്തായാലും ഇത് നിലവിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ അത് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ലേഡീസിനെയാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ലേഡീസിന് ആർക്കെങ്കിലും പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് ഉള്ളവരുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഗിവ് അവേയുടെയൊക്കെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് പോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇത് വേണം എന്നുള്ള കാര്യം പറയുക. അവിടെ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ID അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ അയച്ചിരുന്നാൽ മതി. യൂട്യൂബിൽ കമൻറ്റിൽ മാത്രം പറഞ്ഞാൽ മതി ആർക്കൊക്കെ ആവശ്യമുള്ളതെന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഈ നറുക്കെടുപ്പ് പോലെ തന്നെ, കാരണം എൻ്റെ കയ്യിൽ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ. ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു റാങ്ക് ഫയലാണ്. അതുകൊണ്ട് തന്നെ അധികം റാങ്ക് ഫയലുകളില്ല. ഈ ഒരെണ്ണം ഇപ്പോൾ ഉള്ളൂ, നിലവിലുള്ളൂ. അപ്പോൾ ഈ റാങ്ക് ഫയൽ വെച്ചിരുന്നാൽ പോലും നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുസ്തകങ്ങൾ വെച്ചിരിക്കാൻ പറ്റത്തില്ല. സിലബസ് മാറിക്കൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്കത് മേടിക്കാം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നത് ഇപ്പോഴത്തെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്കിത് യെസ് എന്നിട്ടിരുന്നാൽ മതി. യെസ് ഇട്ടിരുന്നാൽ നമുക്കത് നറുക്കെടുപ്പ് പോലെ ഈ വീഡിയോസ് ഇതിൻ്റെ ഒരു റീച്ച് അനുസരിച്ചിട്ട് കേട്ടോ, എത്ര പേർക്ക് ആവശ്യമുണ്ടെന്നുള്ളത് നോക്കട്ടെ. ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നില്ലാത്ത കാരണം ചില വീഡിയോസൊന്നും അങ്ങനെ റീച്ചായി പോകത്തില്ല. അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തുന്നതനുസരിച്ചല്ലേ അവർ കമൻറ്റ് എടുത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. കാരണം ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്താ പറയുക, കാറ്ററിങ്, അങ്ങനെ പ്ലംബിങ്, വയറിങ്, അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് PSC പഠിക്കുന്നവരായിരിക്കും കൂടുതൽ ബോയ്സും. ഗേൾസ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഗേൾസൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ ചോദിക്കാനൊക്കെ നമുക്ക് നല്ല മടിയുണ്ടായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽസ് മേടിക്കാനോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കൈകളിൽ എത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കൂടെ തന്നെ ചേർക്കാം കേട്ടോ, ഈ റാങ്ക് ഫയലിൻ്റെ. അപ്പോൾ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിന്നും നമുക്ക് ചെറിയൊരു നറുക്കെടുപ്പ് പോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന ആൾക്ക് പേരും അഡ്രസ്സും തന്നാൽ യൂട്യൂബിൽ അടുത്ത വീഡിയോസും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണേ. ഇതിൻ്റെ പിന്നാലെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ആൾക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതാണ് റാങ്ക് ഫയൽ PSC LGS 2024 മിന്നൽ സ്മാർട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് വന്നേക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത്: പൊതുവിജ്ഞാനം, പൊതുജന ആരോഗ്യം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം, ലഘുഗണിതം, മാനസിക ശേഷി പരിശോധന, ആനുകാലിക സംഭവങ്ങൾ. ഇതിനകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടൻസ് വരുന്നത്. പിന്നെ കണ്ടൻറ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ചരിത്രം വരുന്നത് 1857 വിപ്ലവം. ഇനിയൊരു 1 വർഷമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് പുതിയ റാങ്ക് ഫയൽസൊക്കെ ഗീവ് അവേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം എന്തായാലും നമുക്ക് കയ്യിലുള്ളത് കൊടുക്കാം. കേരള ഭൂമിശാസ്ത്രവും അടിസ്ഥാന വസ്തുതകളും, കേരള ചരിത്രം, നവോത്ഥാനം, ശാസ്ത്ര സാങ്കേതിക മേഖല,
ഇന്ത്യ സാമ്പത്തിക രാഷ്ട്രീയ കായിക രംഗം, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, പുതിയ കറണ്ട് അഫയേഴ്സ് അല്ലേ. പിന്നെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഫിസിക്കൽ സയൻസ്, ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവും പരിശോധനയും. നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് നോക്കിയിരുന്നാൽ മതിയേ, പെട്ടെന്ന് കാണിക്കാം. ഒന്നാമത്തെ ടോപ്പിക്കാണിത്, ഇന്ത്യ ചരിത്രവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും. ആദ്യം കുറച്ച് കാര്യങ്ങളിങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, 1857 വിപ്ലവം. ഇതുപോലെയാണ് ആദ്യം വരുന്നത്. ചെറുതായിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ റാങ്ക് ഫയലിലെ എല്ലാ ടോപ്പിക്സും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള രീതിയിൽ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇത് ചരിത്രത്തിൻ്റെയാണ്. നമുക്ക് വേറൊരു ടോപ്പിക് എടുത്ത് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണ്. ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി എല്ലാവർക്കും കാണാനായിട്ട്. വീണ്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ഓപ്ഷനും കൊടുത്ത് ആൻസർ ഏതാണെന്നുള്ളത് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ റാങ്ക് ഫയലിൽ മൊത്തം എല്ലാ കണ്ടൻസും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ജിയോഗ്രഫിയുടെ ഭാഗം ഇങ്ങനെയാണ് റാങ്ക് ഫയലിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ആവശ്യമുള്ളവർ, ഏറ്റവും ആവശ്യം എന്നതിനെ കഴിഞ്ഞിട്ടും അത്യാവശ്യം ഉള്ളവർ കമൻറ്റ് സെക്ഷനിൽ യെസ് എന്നിടുക. ഞാൻ ഇൻസ്റ്റ ഐഡിയും ഫേസ്ബുക്ക് ഐഡിയും ഇട്ടിരിക്കാം. അതിലേക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നവരെ അടുത്ത വീഡിയോയിൽ പറയാം. അവർ ഇൻസ്റ്റയിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ അഡ്രസ്സ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നമുക്കിത് പോസ്റ്റലായിട്ടോ അയച്ചു തരാം.